ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്താ പ്രീതി കാര്യം? രഘുവിന്റെ ഫോട്ടോ കണ്ടതും പ്രീതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട പ്രാർത്ഥന അവളോട് ചോദിച്ചു, എന്താ പ്രീതി നിനക്ക് പറ്റിയത്? നിന്റെ കണ്ണ് എന്താ നിറഞ്ഞിരിക്കുന്നേ? പെട്ടെന്ന് പ്രീതി മനസ്സിൽ സ്വയം പറഞ്ഞു, അറിയാതെയാണെങ്കിൽ കൂടിയും എന്റെ സീമന്തരേഖയിൽ പതിഞ്ഞ സിന്ദൂരം, അത് നിങ്ങൾ പടർത്തിയ സിന്ദൂരമാണ് രഘു സാർ. അമ്പലത്തിലെ പൂജാരി പറഞ്ഞ പോലെ ഒന്നും അല്ലെങ്കിൽ കൂടിയും എന്റെ നെറ്റിയിൽ പതിഞ്ഞ രക്തച്ചുകപ്പുള്ള ഈ സിന്ദൂരം അണിയിച്ചത് നിങ്ങൾ തന്നെയാണെന്നുള്ള സത്യം മറയ്ക്കാനാകില്ലല്ലോ. പക്ഷേ എനിക്കിത് പ്രാർത്ഥനയോട് പറയാൻ കഴിയില്ല. കാരണം അവൾക്കറിയില്ല ഇതൊന്നും. ഞാനിതെല്ലാം പറഞ്ഞാൽ ഒരുപക്ഷെ പ്രാർത്ഥന ഈ കല്യാണത്തിൽ നിന്നും ഒഴിയും. എൻ്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയ പുരുഷനെ അവൾ എനിക്ക് സ്വന്തമാക്കി തരാനായി എന്തും ചെയ്യും. പക്ഷേ അത് പാടില്ല. പ്രതാമയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ വിവാഹം. അത് നടക്കണം. എൻ്റെ അമ്മയുടെ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടി ഈ മകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞ സിന്ദൂരം പോലും മറക്കും. പക്ഷേ എനിക്കുള്ളത് ഒരു സംശയമാണ്. പ്രാർത്ഥനയും ഞാനും ഇപ്പോൾ സഹോദരിമാരാണെന്ന് രഘു സാറിന് അറിയാമായിരിക്കുമോ? ഇത്രയും പ്രീതി ചിന്തിച്ചപ്പോൾ പ്രാർത്ഥന അവളെ തട്ടി വിളിച്ചു. പ്രീതി, നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ കണ്ണ് എന്താ നിറയുന്നത്? അന്നേരം പ്രീതി പറഞ്ഞു, അത് നിന്റെ വിവാഹം നടക്കാൻ പോവുകയല്ലേ. അതൊന്നും കാണാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. വിവാഹം നടക്കുന്നിടത്ത് ഞാൻ വന്നാൽ നമ്മൾ ഇരട്ട സഹോദരിമാരാണെന്ന് എല്ലാവരും അറിയില്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന പുരുഷനെയും നിന്നെയും വിവാഹവേഷത്തിൽ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ? അതിന് പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോ കണ്ണ് നിറഞ്ഞതാ. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, പ്രീതി, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്റെ വിവാഹം നിനക്ക് കാണണം, അത്രയല്ലേ ഉള്ളൂ. നീ റെഡി ആയിരുന്നോ? നിന്നെയും കൂട്ടി ഞാൻ ഗുജറാത്ത് വീട്ടിലേക്ക് പോവാൻ പോവുകയാ. നീ വേണം എൻ്റെ അടുത്ത്. ആദ്യം അമ്മ ഈ വിവാഹം എനിക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു പ്രീതി. പക്ഷേ ഇപ്പോൾ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച മട്ടിലാണ് നിൽപ്പ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന പുഞ്ചിരിച്ചു. അന്നേരം പ്രീതി ചോദിച്ചു, ഞാൻ അവിടെ വന്നാൽ എന്നെ എല്ലാവരും കണ്ടാൽ പ്രശ്നമാകില്ലേ? അന്നേരം പ്രാർത്ഥന, പ്രീതി, ഭൂമി ഇനി തല കീഴ്മേൽ മറിഞ്ഞാലും ശരി തന്നെ 10 ദിവസം കഴിഞ്ഞ് രഘുവീർ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നീ നേരിൽ കണ്ടിരിക്കും. ഇത് എന്റെ വാക്കാണ്. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന പ്രീതിയെ കെട്ടിപ്പിടിച്ചു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. നാളെയാണ് പ്രാർത്ഥനയുടെ വിവാഹം. പ്രീതിയാണെന്ന് കരുതി പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് രഘുവീർ. തന്റെ വിവാഹം മുടക്കാമെന്ന് വിഷ്ണുപ്രിയ പറഞ്ഞെങ്കിലും പ്രതയുടെ സന്തോഷത്തിനു വേണ്ടി രഘുവിന് മുന്നിൽ കഴുത്ത് നീട്ടാൻ പ്രാർത്ഥന ഇപ്പോൾ സമ്മതത്തിലാണ്. അതേസമയം പാഞ്ചാലിയുടെ ഗുഹയിൽ സുവർണ വിഷ്ണുപ്രിയയോട് ചോദിച്ചു, വിഷ്ണുപ്രിയ, നാളത്തെ ദിവസം ആ വിവാഹം നടക്കരുത്. ആ വിവാഹം നടന്നാൽ മനുഷ്യനായ രഘുവീറുമായി ഒരുമിച്ച് പ്രാർത്ഥന ഒരു മനുഷ്യ സ്ത്രീയായി മാറും. ഇന്ദ്രനീലം എനിക്ക് സ്വന്തമാകുന്നത് നീ അറിയില്ല പ്രാർത്ഥന. ഓ പിന്നെ, നാളെ നിങ്ങൾക്ക് ഇന്ദ്രനീലം എടുത്തു തരാനല്ലേ വർഷം ഇത്രയും ഞാൻ തപസ്സിരുന്നത്. കല്യാണത്തിന്റെ സമയമാവാറായി. മോളെ പ്രാർത്ഥന, നീ ഈ വേഷം ധരിച്ചു നിൽക്ക്. അത് അമ്മേ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൂടെ നിൽക്കില്ലേ? നിൽക്കും.